മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മെയിൽ ബോക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ആഴ്ച 13-ാം തീയതിയും 14-ാം തീയതിയും നമ്മള് വേൾഡ് റേഡിയോ ഡേയും അതുപോലെ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചു അല്ലേ? ലോക റേഡിയോ ദിനത്തിൽ നമ്മൾ ഒരുപാട് പരിപാടികളൊക്കെ കൊടുത്തിരുന്നു. ഒരുപാട് പേര് നമുക്ക് ആശംസകളൊക്കെ അയച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വാലന്റൈൻസ് ഡേക്ക് നമ്മൾ യുവാണിയിലൊക്കെ പ്രത്യേക പരിപാടി കൊടുത്തു. യൂത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ഈ വാലന്റൈൻസ് ഡേനെ കാണുന്നത്, ഒരുപാട് പേരുടെ വോയിസ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു അതെ നമ്മൾ ഈ ആഴ്ചത്തെ മെയിൽ ബോക്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതിനെ കുറിച്ച് വല്ലവരും എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്ത പരിപാടികളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പോസ്റ്റ്മാർട്ടാണല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾ. അതെ. അപ്പൊ ആദ്യം എന്താണ് വായിക്കാൻ പോകുന്നത്? ആദ്യം ഒരു വേൾഡ് റേഡിയോ ഡേ ഗ്രീറ്റിംഗ്സ്, ലോക റേഡിയോ ദിന ആശംസകൾ നേർന്ന ഒരു കത്ത് അയച്ചിട്ടുണ്ട് കോവിലകം രാധാകൃഷ്ണൻ നായർ. അതിലാണ് പറഞ്ഞതല്ലേ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ഭാരതത്തിലെ തന്നെ ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ജഗദീഷ് ചന്ദ്രബോസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട് അല്ലേ? അത് നമ്മൾ പലപ്പോഴും ഈ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഇതൊക്കെ പണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പാശ്ചാത്യരുടെ പേരിലാണെങ്കിലും അതിന്റെ പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പല ആൾക്കാരും ഇതുപോലെ പറയുന്നത്, അഭിപ്രായപ്പെടാറുള്ളത്. കണ്ടുപിടിച്ചത് ആരായിക്കോട്ടെ, അതിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് മാത്രമാണല്ലോ നമ്മളിപ്പോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം പണ്ടൊക്കെ കാളിദാസന്റെ ഒക്കെ കാലത്ത് ഭാസൻ എന്ന് പറഞ്ഞ വേറൊരു നാടകൃത്തുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ എഴുതിയ കാലത്ത് പുസ്തകത്തിന്റെ അടിയിൽ പേരെഴുതില്ല, അത്രേ എഴുതിയ ആൾ ആരാന്നും ഉണ്ടാവില്ല എന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കല്ല പ്രാധാന്യം, പുസ്തകത്തിനാണ് പ്രാധാന്യം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വലിയൊരു മനസ്സ് വേണം. ഈ ചെറിയ മനസ്സൊന്നും പോരാ. ചില പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ട് അത് ആരാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ എഴുതാണ്ടേ അല്ലെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്യാണ്ട് കൊടുക്കുകയാണെങ്കിൽ പ്രാധാന്യം തീർച്ചയായിട്ടും വ്യക്തികൾക്കല്ല, ആ പരിപാടിക്കാണെന്നുള്ളതാണ്. അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ആ പാരമ്പര്യത്തിൽ കൂടെ വരുന്ന നമ്മൾക്കാണ് ഇപ്പോൾ ഒരു റേഡിയോ ദിന ആശംസകളൊക്കെ കോവിലകൻ രാധാകൃഷ്ണൻ നായർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ നന്ദി സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച് നമ്മുടെ ആദ്യത്തെ ശ്രോതാവിനെ വിളിക്കാം. ഗുഡ് മോർണിംഗ്, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഗീത, മേപ്പയൂരിൽ നിന്ന് ഗീത. ഓക്കെ, പറയൂ. റേഡിയോ നമ്മുടെ ഒരു സ്വന്തം സഹചാരിയാണ്. 11 മണിയാകും ഓഫാക്കാന്. നമ്മള് എപ്പോ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്. എവിടെയും പോകാനില്ലേ പിന്നെ റേഡിയോ പരിപാടി കേൾക്കും. ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട പരിപാടികൾ? പിന്നെ ഇപ്പം പുതുതായിട്ട് വന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതാണ്. പിന്നെ ബോബി സാറിന്റെ കഥകള് ഇതൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ അവതരണമൊക്കെ നല്ലതായിരുന്നല്ലോ, അപ്പൊ കഴിഞ്ഞു. അതെ. ആകാശവാണിയിൽ സംസാരിക്കാൻ പറ്റിയ സന്തോഷമാണോ ആ ചിരിയിലൂടെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്? പിന്നെ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം വിളിച്ചു നോക്കി. നമ്മള് തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കുറെ ഹായ് ഒക്കെ ഇട്ട് നോക്കി. അപ്പൊ ഒന്നും എടുത്തില്ല. ഞാൻ ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് കണ്ടിട്ട് വിളിക്കുകയാണ് എന്തായാലും. ശരി. ഓക്കെ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ പരിപാടികളെ കുറിച്ച്? നിർദ്ദേശങ്ങൾ ചിലപ്പോ എല്ലാ പരിപാടിയും ഇങ്ങനെ ഉള്ള പരിപാടിയൊക്കെ നല്ല പരിപാടി തന്നെയാണ്. അതിനിപ്പോ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളില്ല, അതുകൊണ്ടല്ലേ? ഇപ്പൊ പിന്നെ നാടകവും കൂടി വന്നല്ലോ, അപ്പൊ നല്ല ഇതാണ്, നാടകമൊക്കെ നല്ലതായിട്ട്. അപ്പൊ എല്ലാം കൊണ്ടും സൂപ്പറാണ് പരിപാടികളൊക്കെ. അതിലെ അരങ്ങ് ഞാനെപ്പോ അത് പറഞ്ഞു കഴിയുമ്പോ ഞാനെപ്പോ ഇങ്ങനെ പറയും അരങ്ങെന്ന്. പണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്നേരം ഈ സർക്കസ് പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ അവസാനം ഒരു നാടകം വരും. അപ്പൊ അതിലൊക്കെ ഉള്ള ഒരു ഇത് പറയും പോലെ ആ സെയിം ഫീൽ ആണല്ലേ? അതന്നെ. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പൊ ഗീതാ പെരുവേല് നമ്മളോട് പറയുന്നത് രാത്രി 11 മണി വരെ രാവിലെ മുതൽക്ക് റേഡിയോ വെക്കും അല്ലേ?
ഗീത ഈ ഫോൺ കഴിയുന്നത് വരെ ചിരി നിർത്തിയിട്ടില്ല, സന്തോഷം വലിയ സന്തോഷത്തിലാണല്ലേ. റേഡിയോ കേട്ടിട്ടുള്ള സന്തോഷമായിരിക്കാം ഇടയ്ക്ക്. നമ്മുടെ മെയിൽ ബോക്സിന്റെ ഒരു പ്രത്യേകത കത്ത് മാത്രമല്ല, അവരുടെ ശബ്ദത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയുക. പണ്ടൊക്കെ റേഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ രേവതിക്ക്, അങ്ങോട്ട് മാത്രമേ സംസാരിക്കൂ. അതെ, ചിലപ്പോഴൊക്കെ ചില ആളുകളോട് നമ്മൾ പറയാറുണ്ടല്ലോ അതെ അതെ റേഡിയോ ആണെന്നൊക്കെ. നിങ്ങൾ റേഡിയോ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ പണ്ടത്തെ അങ്ങനെയായിരുന്നു. റേഡിയോ എന്ത് കൊടുക്കുന്നു അത് വാങ്ങിക്കും. ഇന്നിപ്പോ അങ്ങനെയല്ല. ഈ ആൾക്കാർ എന്തൊക്കെയാണോ ഇങ്ങോട്ട് പറയുന്നത് അതൊക്കെ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പൊ ഗീത പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല, എല്ലാം ഇഷ്ടമാണെന്നാ പറഞ്ഞേ. പുതിയ പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓഗസ്റ്റ് 15 ശേഷം തുടങ്ങിയ പല പരിപാടികളുണ്ട് അല്ലേ. അപ്പൊ അതിനെല്ലാം വളരെ നന്നായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാടകത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. എല്ലാ ദിവസവും നമ്മൾ നാടകം കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് തിരുവമ്പാടിയിൽ നിന്നും രമണി പീതാംബരൻ. റിയൽ എഫ്എമ്മിന്റെ ഓരോ ദിവസത്തെയും ശ്രദ്ധ വളരെ ശ്രദ്ധേയമാണ്. ആനുകാലിക സംഭവങ്ങളും സമൂഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കാര്യങ്ങളും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതാർഹം. ഫെബ്രുവരി 20-ാം തീയതിയിലെ ശ്രദ്ധയിൽ അവയവദാനം, വെന്റിലേറ്ററുകളുടെ ഉപയോഗം ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഭംഗിയായി പ്രതിപാദിച്ചു. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവങ്ങൾ എത്രയോ പേർക്ക് പുതുജീവൻ നൽകും എന്നത് സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ച ആകാശവാണിയുടെ ശ്രദ്ധയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് രമണി പീതാംബരൻ. രമണി പീതാംബരൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. വ്യാഴാഴ്ചയിലെ ശ്രദ്ധയെക്കുറിച്ചാണ് രമണി പീതാംബരൻ പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്ന ഒരാൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. എങ്ങനെയാണത്? അവയവദാനം. അതാണ്. 7 പേർക്ക് കൈകള്, കാലുകള്, ഹൃദയം, കരൾ, വൃക്ക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദാനം ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇത് കാത്ത് കഴിയുന്നുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ അവയവങ്ങൾ ദാനം കൊടുക്കാറുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അതുകൊണ്ട് ആ നിമിഷം മുതൽ മനുഷ്യൻ പിന്നെ അത് ജീർണിച്ച അവസ്ഥയിലാവും. മരിച്ച് നമ്മൾ മണ്ണടിയുന്നതിന് മുമ്പ് നമ്മൾ വേറുള്ള ആൾക്കാരിൽ കൂടി ജീവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം വേറൊരാൾക്ക് വേണ്ടി മിടിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വളരെ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഇതിന് മുന്നോട്ട് വരണം എന്നാണ് ഈ ശ്രദ്ധയിൽ കൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജിലൂടെ ഈ കാര്യം കൂടുതൽ ആൾക്കാരിൽ എത്തിച്ച രമണിക്ക് ഒരിക്കൽ കൂടി നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വാട്സ്ആപ്പ് വോയിസ് നോട്ട് കേട്ടാലോ? അതെ. നമസ്കാരം. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. 18/2 CN ബാലകൃഷ്ണൻ നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ഏറെ ശ്രദ്ധേയമായി. മഹാഭാരതത്തിലെ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു ആ മറുപടി. യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി ആർക്കാണ് മറക്കാൻ കഴിയുക? മരണത്തെക്കുറിച്ചായിരുന്നല്ലോ ആ ചോദ്യം. ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയിൽ ഡോക്ടർ ഷമീർ VK നടത്തിയ പ്രഭാഷണം സാംക്രമിക രോഗം എല്ലാവർക്കും പഠിക്കാനും പകർത്താനും കഴിയുന്നതായിരുന്നു. വളരെ സന്തോഷം. കുഞ്ഞിപ്പ പന്താവൂരാണ് അല്ലേ? അതെ. നമ്മുടെ ഒരു എല്ലാ നിലയങ്ങളിലേക്കും ഇതുപോലെ മെസ്സേജ് ഒക്കെ അയക്കുന്ന അല്ലെങ്കിൽ കത്തുകൾ അയക്കുന്ന ഒരു ശ്രോതാവാണ്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് വചനാമൃതം അല്ലെ, CN ബാലകൃഷ്ണൻ നമ്പ്യാരുടെ വചനാമൃതം നന്നായി എന്ന് പറഞ്ഞ് മരണത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തു. നമ്മൾ പൊതുവെ മനുഷ്യന്മാര് മരിക്കുന്നത് അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഇപ്പൊ രേവതി ഒന്നും അങ്ങനെ ഒരിക്കലും ആലോചിക്കില്ല. പക്ഷെ എന്നാലും ഈയിടെയായിട്ട് ചെറുപ്പക്കാരൊക്കെ മരിക്കുന്നതൊക്കെ കാണുമ്പോഴേ അല്ലെങ്കിൽ നമുക്കൊരു പേടിയുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജനിച്ചാൽ മരിക്കണ്ടേ. അപ്പൊ അത് വളരെ നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. അതിന് നമുക്ക് തടുത്തു നിർത്താനൊന്നും പറ്റില്ല. ഒരു ഇല വിരിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പൂ വിരിയുന്ന പോലെ, ഒരു പൂ വിരിയുന്നത് നിർത്താനും പറ്റുമോ നമുക്ക്? അതുപോലെയാണത്. ഈ മരണത്തെക്കുറിച്ച് പക്ഷേ കൂടുതൽ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിക്കുക എന്നുള്ളത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ തലപുണ്ണാക്കാതെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരോഗ്യം അമൂല്യം എന്നുള്ള പരിപാടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ VK ഷമീർ നടത്തിയ ആ പ്രഭാഷണവും വളരെ നന്നായി എന്നാ പറഞ്ഞത്. സാംക്രമിക രോഗങ്ങളെ കുറിച്ച് അല്ലേ? ശരി, സന്തോഷം. ഇനി നമുക്കൊരു കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് KRK നായർ, മഞ്ചേരിയിൽ നിന്നും. അദ്ദേഹം പറയുന്നത്, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അതുപോലെ തന്നെ കൊക്കൂരി ഫെർട്ടിലിറ്റി സെന്റർ കിലുക്കാംപെട്ടി, കിഞ്ചന വർത്തമാനം എന്നീ പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ള പരിപാടികളെ കുറിച്ചൊക്കെ അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നാക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പരിപാടികൾ മാത്രം ഒന്ന് പറഞ്ഞൊന്നായിരിക്കാം. അതെ. മാത്രമല്ല പലപ്പോഴും കുട്ടികളുടെ പരിപാടിയാണെങ്കിലും ഇനി അതല്ല സാമൂഹ്യ വിമർശനം അങ്ങനെയുള്ള പരിപാടികളാണെങ്കിലൊക്കെ അത് നിങ്ങൾ കേൾക്കുന്നു എന്നതും നിങ്ങൾ അഭിപ്രായം പറയുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാലക ശക്തികളാണ്. അതെ. ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ഒരു ശ്രോതാവിനെ കൂടെ വിളിക്കാം.
ഗുഡ് മോർണിംഗ്, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. മെയിൽ ബോക്സിൽ നമ്മുടെ അടുത്ത കോളറുടെ പേര് പറയൂ. ജയശ്രീ, പോത്തുകല്ല്, നിലമ്പൂർ പോത്തുകല്ല്. നിലമ്പൂർ പോത്തുകല്ല്. ഓക്കെ, പറഞ്ഞോളൂ നമ്മുടെ പരിപാടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. നല്ല പരിപാടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്? യുവർ ചോയ്സ്, പിന്നെ വാർത്തകള്, പിന്നെന്താ കൊറേ പരിപാടികളുണ്ട്. എല്ലാ പരിപാടികളും ഇഷ്ടമാണല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളുണ്ടോ നമ്മുടെ പരിപാടികളെ കുറിച്ച്? അങ്ങനല്ല, ഞാൻ കേൾക്കാറുണ്ടല്ലോ പരിപാടികൾ. വീട്ടിലെ പണികളൊക്കെ നടക്കും ചെയ്യും. കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴും റേഡിയോ കേട്ടുകൊണ്ട് ജോലി ചെയ്യാണല്ലേ? അതെ, പണിയൊക്കെ കുറച്ചുകൂടെ എളുപ്പാവും അല്ലേ അങ്ങനെ ആവുമ്പോ? മാനസിക പിരിമുറുക്കം. ഓക്കേ, ടെൻഷൻ ഫ്രീ ആണ്. പഠിക്കുന്നത്. അപ്പൊ മോന് അടുത്തില്ല. ആ വിഷമങ്ങളൊക്കെ നികത്താൻ റേഡിയോ ആണ് സഹായിക്കണതല്ലേ? ഓ, വളരെ സന്തോഷം. അപ്പൊ തുടർന്നും ആകാശവാണി കേട്ടുകൊണ്ടിരിക്കാട്ടോ. ഇതുപോലെ എന്ത് വിഷമ സമയത്തും സന്തോഷം തരാൻ നമുക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. ജയശ്രീ പോത്തുകല്ല് നിലമ്പൂരിൽ നിന്നാണ് അല്ലേ? അതെ. ഇവര് പറഞ്ഞൊരു കാര്യം, മോൻ അടുത്തില്ലാത്ത വിഷമം അവർക്ക് തീരുന്നത് ഈ റേഡിയോ കേൾക്കുമ്പോഴാന്നാ പറയുന്നത്. അതെ. ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ സംബന്ധിച്ച് അവരുടെ മക്കളൊക്കെ എവിടെങ്കിലൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്നൊരു കൂട്ടം എപ്പോഴും ആകാശവാണി തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഒരു വ്യക്തിക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു ബൊക്കൊക്കെ കൊടുക്കുന്നതിന് പകരം ഒരു റേഡിയോ കൊടുക്കുക. അതെ, ഇനി റേഡിയോ കൊടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ ഒരു പുസ്തകമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഇനി വായനയൊന്നും അധികം താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോ കൊടുക്കാം. എവിടെ വേണം കൊടുക്കാവുന്ന ഒരു സാധനമാണ്. അതെ. ഇനി നമുക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് കൂടെ വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അഴിഞ്ഞിലത്തിൽ നിന്നും വിനോദാണ്. പ്രിയ ആകാശവാണി, എല്ലാ പ്രോഗ്രാമുകളും മികവാർന്നത് തന്നെ. ഗാനങ്ങളുടെയും സിനിമയുടെയും ചരിത്രത്തെ പ്രതിപാദിക്കുന്ന അന്വേഷണാത്മക പഠനമായ ഗാനലോക വീജികളല്ല വീഥികളിൽ. അതെ, ഒരു തെറ്റുണ്ട്. പിന്നെ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന രാഗരൂപങ്ങൾ, കാലത്തെ അതിജീവിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന മായാമുദ്ര, അരങ്ങ് എന്ന പേരിലുള്ള നാടകാവതരണങ്ങൾ, മഞ്ഞ് നോവലിന്റെ അത്യാകർഷകമായ അവതരണം, ശ്രദ്ധ, സാദരം, കരിയർ ക്വിസ് എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാണ് വിനോദ് പറയുന്നത്. ഇപ്പൊ വിനോദ് അഴിഞ്ഞാലും വളരെ 5-6 പരിപാടികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നല്ല കാര്യം. ഇതൊക്കെ ഇഷ്ടമായി എന്നാണ് പിന്നെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും ഇതിലും കൂടുതൽ ഇഷ്ടപ്പെടുക, ഇനിയും കൂടുതൽ പരിപാടികൾ നല്ലതാക്കാൻ ഞങ്ങളും ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് കത്തുകളും അതുപോലെ തന്നെ ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ഒരുപാട് ശ്രോതാക്കളും ഉണ്ട്. പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ മെയിൽ ബോക്സ് ഇന്നത്തേക്ക് ഒന്ന് പൂട്ടി വെച്ചാലോ? നമുക്ക് ഒന്ന് ക്ലോസിംഗ് അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനുള്ള, മാത്രമല്ല വാട്സ്ആപ്പ് വോയിസ് നോട്ടുകളും ഹായ് മെയിൽ ബോക്സ് എന്ന മെസ്സേജും അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 9400224440. പിന്നെ പതിവ് പോലെ തന്നെ കത്തുകൾ അയക്കാനുള്ള വിലാസം സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 673-032. അപ്പോൾ ഇന്നത്തെ മെയിൽ ബോക്സിൽ നിന്നും ഗുഡ് ബൈ പറയുന്നു കൃഷ്ണകുമാർ, രേവതി. ഗുഡ് ബൈ. മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.